ഇതിലെ തന്നെ NFSൻ്റെ ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു മോഹം ആ വണ്ടി എടുത്താലോ എന്ന്. അപ്പം നമ്മൾ ചെങ്ങാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ സെയിം സാധനമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു പൊളിക്കുകയാണ്. അപ്പം അന്ന് കിട്ടുമോ നോക്കാം. ചെങ്ങാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മച്ചാനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മച്ചാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സെയിം സാധനം കയ്യിലുണ്ട്, വേഗം വന്നാൽ ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം പോവുകയാണ് വണ്ടി എടുക്കാൻ. അപ്പം M5 ചേർക്കാൻ ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. കിട്ടില്ല സാധനം കേട്ടോ ഗൈസ്. വേറെ ലെവലിൽ ലുക്കല്ല. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് മച്ചാറെ. അപ്പം നേരെ ഇനി വണ്ടിയിൽ കയറിയിട്ട് വണ്ടി എടുത്താണ്ട് നേരെ പോകാനാണ് ഗൈസ്. ഇനി ഞാൻ വണ്ടി കയറാം. മച്ചാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ട് മച്ചാൻ. അപ്പം മച്ചാൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറില്ലാതിട്ട് ഞാൻ ജസ്റ്റ് തട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയെങ്കിലും നല്ല കയറ്റി നോക്കട്ടെ ഗൈസ്. അതെ, ഇങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ് വണ്ടി. നല്ല വണ്ടിയുടെ എടുക്കട്ടെ. അടി ഗൈസ് വണ്ടി. എന്തുവാ ചെയ്യാൻ വേഗം കയറിയോണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ബ്രേക്ക് ഇടട്ടെ. ഇപ്പോൾ പോയിനി അതിന് വണ്ടി എടുക്കണം. മോനെ BM നമുക്കൊന്നും എടുക്കണം ഗൈസ്. ഇങ്ങനത്തെ ഈ ഓൾഡ് സാധനമൊക്കെ നല്ല വൈബേ ഗൈസ്. എനിക്ക് എന്തോ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. കേരളം ഒന്നേ എടുക്കും. മച്ചാൻ്റെ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ മച്ചാനെ ഇവിടെ എടുക്കാനില്ലല്ലോ, ഇവിടെ കാണേണ്ടിയാണല്ലോ മച്ചാനെ. തപ്പിയൊക്കെ ഗൈസ്. മച്ചാൻ ഇതാണ് അറിഞ്ഞ് ബാഴ്സലോണൻ്റെ ജേഴ്സിയൊക്കെ ഇട്ടെ. മച്ചാൻ്റെ വീട് ഇതേനി ഗൈസ്. അതോ മച്ചാൻ്റെ വീട് തന്നെയാണ്. 2 വീടുണ്ട്. റിച്ച്. അപ്പം നമ്മൾ നേരെ ഇനി നമ്മൾ M5 എടുത്താണ്ട് നേരെ ഇവിടുന്ന് പോവാണ്. വണ്ടി പെണ്ണിനെ വിളിച്ചപ്പോൾ അപ്പം പിന്നെ അവിടെ എല്ലാ ഗാരേജിലാണ് എന്നാണ് നമ്മളെ വണ്ടി വരുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മളെ ട്രക്കൊക്കെ നിർത്തിക്കുന്ന ഷെഡിലാണ് എന്നാണ് പറയുന്നത്. നമുക്കൊരു ട്രക്കിലെ കാര്യം എല്ലാവർക്കും അറിയാലോ ഗൈസ്. കാരണം നമ്മളെടുത്താണ്ട് പുഷ്പൻ്റെ പോലെ എന്തൊക്കെ എടുത്ത് പോയതാണ് ഗൈസ്. അതെ, പുഷ്പനെ പോലെ ലോഡ് കടത്തിയതാണ് നമ്മൾ. അങ്ങനത്തെ വണ്ടിയാണ് ഗൈസ് അത്. അപ്പോൾ ഏതായാലും ടോള് കൊടുക്കേണ്ടി വരും. നമ്മൾ ടോളൊന്നും കൊടുക്കില്ല, അത്രയാണ്. പൊളിച്ചടിച്ചാട് വരും ഗൈസ്. പിന്നെ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഈ ഒരു ഭാഗത്താണെന്നാണ് നമ്മൾ BM പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മളെ ട്രക്കൊക്കെ നിർത്തിക്കുന്ന ഏരിയ കേട്ടോ ഗൈസ്. കാണിച്ചാൽ ഇപ്പോൾ ട്രക്കില്ല, ഓട്ടത്തിന് പോയാണ്. ഡിഫൻഡർ ആകെ ചലയാണ് കേട്ടോ. വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ എടുക്കട്ടെ. നമ്മളിപ്പോൾ കുറച്ച് വർക്ക് ചെയ്ത് നമ്മളെ ചെക്കന്മാരാണെങ്കിലേക്ക് ഒന്നും എടുത്തോളും. നമ്മളെ ഫ്രണ്ട് തന്നെ ഉണ്ടല്ലോ ഗൈസ്, അവനെ ഒന്നെടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ട്രക്കിൻ്റെ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ ബെന്നി പറഞ്ഞത്. എന്തായാലും നമ്മൾ പേ ചെയ്യാനായിട്ടുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ക്ലീനാക്കി കണ്ടിട്ട് പിന്നെ ടയർ മാറ്റാണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിക്കോട്ടെ അവർ എന്ന് വെച്ച് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടയർ ഇവിടെ തന്നെ ഉണ്ട്, അങ്ങനെ മാറ്റിക്കൊള്ളു. നേരെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ BM കാണാം. BM ഇവിടെ ഉണ്ട്, അത് പോയി കണ്ടേക്കാം. മച്ചന്മാരെ വണ്ടി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ ടോപ്പിലാണ് എന്നാണ് പറഞ്ഞത്. വണ്ടി വേറെ എടുത്തേക്കാം. നേരെ പോയി മുകളിൽ പോയാണ്ട് വണ്ടി എടുക്കാൻ പോവാണ്. ഇത് ഈ ഗ്രില്ലൊക്കെ ഉണ്ട്. ഗ്രില്ലിൻ്റെ മുകളിൽ എങ്ങനെയൊക്കെ മുകളിൽ കയറി എത്തണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ വന്നായിരുന്നു. ഏതായാലും നമുക്ക് ഓൺലൈനാണ് പോകേണ്ടിന്. വണ്ടി അവിടെ വണ്ടി എടുക്കണ്ടിച്ചോ മോനെ നമ്മളെ സെറ്റ് സാധനം എടുക്കിട്ടിട്ട്. അത് BMW M3 GT ആണ് സാധനം. കിടിലൻ സാധനം കേട്ടോ. വണ്ടിയുടെ പവറൊക്കെ എന്ന് പറയാം. പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുമെന്നാണ് അറിയാത്തത്. അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വണ്ടി ആകെ പുല്ലാണ്. എന്തൊരു ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ വന്നാണ്. പിന്നെ ഓണർ തന്നെ മറന്നുപോയി തോന്നുന്നുണ്ട്. വണ്ടി പിന്നെ എടുക്കാൻ തന്നെ വന്നില്ല എന്ന് പറഞ്ഞേ. പിന്നെ ബെന്നി ഇത് കണ്ടപ്പോൾ സ്പോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെല്ലെ ബെന്നി ആളെ പറഞ്ഞാണ്ട് ആ വണ്ടി അവിടെ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ ആളെ അത്ര വണ്ടി ഭ്രാന്തനല്ല എന്നാണ് തോന്നുന്നത്. ഈ ഒരു വണ്ടിയൊക്കെ അങ്ങനെ ചുള്ളലക്കൊക്കെ ബെന്നിക്ക് കൊടുക്കൂ. അത്ര ഡിമാൻഡില്ല വണ്ടിയല്ലേ ഗൈസ്. എന്തായാലും വണ്ടി സ്റ്റാർട്ടാവുന്ന കണ്ടീഷനിലാണോ നോക്കിയിട്ട് കാണാം. ഇൻറ്റീരിയറൊക്കെ നീറ്റ് ക്ലീനാണ്. പിന്നെ ബെന്നി വെറുതെ അങ്ങോട്ട് കയറ്റിയാണ്. അപ്പോൾ വണ്ടി നല്ലൊരു കടന്നു എന്നാണ് പറഞ്ഞത്. നമ്മളും ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. വണ്ടി സ്റ്റാർട്ടാവില്ലേ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല.
ആ വണ്ടി ജസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാം വണ്ടി കൊണ്ടുപോയി ഇൻറ്റീരിയർ ക്ലീനാണ് കേട്ടോ. ഇനി നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ക്ലീൻ ആക്കിയാണോന്ന് അറിയില്ല. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. പഠിച്ചോണെ ബ്രേക്കില്ല. ബ്രേക്കില്ല. അതിനൊന്നും പറ്റിയില്ല. നമ്മളാകൊന്ന് കൊണ്ടുപോയി താമസിക്കുന്നു. ഏതായാലും നമ്മളെ പെരിയുടെ ഗാരേജിൽ കൊണ്ടുപോയി വെയിറ്റ് ആയില്ല. വണ്ടി ഒരു ഓഫ് റോഡ് സാധനം സ്പെക്കാണെന്ന് തോന്നുന്നുണ്ട്. നല്ല പോലെ വായിച്ചാണ്. അപ്പോൾ ബെന്നിപ്പോൾ ഈ ഗ്രാഫ്സൊക്കെ ബെന്നി റെഡിയാക്കും. ഇത് വെറുതെ ഒന്ന് ബെന്നി ആർക്കും ഓടിച്ചാൽ കൊടുത്തായിരുന്നു. അപ്പോൾ അയാൾ വണ്ടി കൊണ്ടുപോയാണ്ട് നേരെ കൊണ്ടുപോയാണ്ട് ചാവി കൊണ്ടുവന്നാണ് നമ്മളെ ഡിഫൻഡർ കൊണ്ടുപോയിട്ടുണ്ട്. അത് ബെന്നി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയല്ല, നമ്മളിവിടെ വർക്കിനായിട്ടായിരുന്നു. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ബെന്നിയുടെ വർക്ക് ഫാസ്റ്റാണ്, പെട്ടെന്ന് തന്നെ വർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ എല്ലാ കണ്ടീഷനും കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബെന്നി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ ഡിഫൻഡറായി നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവസാനം വീണ്ടും ഒരു വണ്ടി കൂടി ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. സീൻ സാധനമാണ് വണ്ടി. എന്തായാലും വണ്ടിയുടെ ആൾക്കട്ടെ, വണ്ടിയൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഞാനൊന്ന് കണ്ടുമുട്ടാമെന്നുണ്ട്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അടുത്ത വീഡിയോ അങ്ങനെ എൻ്റെ സ്റ്റിക്കറോട്ടിക്കാൻ ഈ അടുത്താണ് കഴിയില്ലാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുമെങ്കിലും വണ്ടിയുടെ വർക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് പറയുക. ഇവിടെ എല്ലാം റിയലിസ്റ്റിക്കാണ് ഗൈസ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടോ എന്ന് തോന്നുന്നുണ്ട്. വണ്ടി കിട്ടിയിട്ട് കാണാം. ദിവസത്തിന് ശേഷം ബെന്നി വിളിച്ചിട്ട് വണ്ടി റെഡി ആയിട്ടുണ്ട്. വണ്ടി എന്ന് പറയുമ്പോൾ വലിയൊരു രീതിക്കുള്ള വർക്കൊന്നുമല്ല വണ്ടി ചെയ്തിട്ടുള്ള. എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ചതുക്കമല്ല ഗൈസ്. എന്ന് വെച്ചാൽ വണ്ടി ഡാമേജഡായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ. ഇതാണ്, ചളിയൊന്നും പോയില്ല, അതൊക്കെ ക്ലീൻ സ്പെക്കായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു വണ്ടിനെ കാണും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബായ്. അപ്പോൾ എല്ലാവരും സബും ലൈക്ക് ചെയ്യുക. നമ്മളെ വണ്ടിൻ്റെ അടിഭാഗം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. നമ്മളെ വണ്ടിയുടെ അടി ഫുള്ള് സ്റ്റീലാണ് കേട്ടോ ഗൈസ്. അതൊക്കെ നല്ല വാഷ് ചെയ്തിട്ടുണ്ട്. ഈ വാഷിങ് പരിപാടികളൊക്കെ ഉള്ളൂ എന്നാണ് തന്നെ. ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷത്തേക്കുള്ള വണ്ടിയാണ് ഗൈസ്. എന്നാലും അടുത്ത വീഡിയോ കാണാൻ. ബായ്.